ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മിൻറ്റ് ലെമനേഡ് സിറപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ നമുക്ക് പഞ്ചസാര ആവശ്യമില്ല, ശർക്കരയുടെ ആവശ്യമില്ല. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി നല്ല തണുപ്പ് കിട്ടുന്ന ചൂട് സമയത്തൊക്കെ നല്ലതായിട്ട് നമുക്ക് ശരീരമൊക്കെ നല്ല തണുത്ത് നല്ല കൂളായിട്ടിരിക്കാൻ വേണ്ടിയുള്ളത് നമ്മളൊന്ന് റെഡിയാക്കി വെക്കുന്നത്. ഇത് നമുക്ക് 3-4 മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ കേടുകൂടാതെ എടുക്കാം നമുക്ക്. അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ രണ്ട് സൈസിൽ നിങ്ങൾക്ക് ഗം ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് കഴിക്കാനുള്ള ഒന്നാണെങ്കിൽ തണുപ്പത്ത് കഴിക്കുന്നത്, ഒന്നാണെങ്കിൽ ചൂട് സമയത്ത് കഴിക്കുന്നത്. ഈ കനം കുറഞ്ഞ കാണുന്നില്ലേ നമുക്ക് ഒരു റൈറ്റ് സൈഡിൽ കാണുന്നത്, അതാണെങ്കിൽ നമുക്ക് ചൂട് സമയത്ത് കഴിക്കാനുള്ളതാണ്. അപ്പോൾ അതാണെങ്കിൽ വെള്ളത്തിൽ കുതിർത്തിട്ട് വേണം കഴിക്കാനായിട്ട്. പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ അതാണെങ്കിൽ തണുപ്പ് സമയത്ത് കഴിക്കാനുള്ളതാണ്. അപ്പോൾ അതാണെങ്കിൽ ഇച്ചിരി നല്ല തിളക്കം ഷൈനിങ് പോലെ ഇരിക്കും തണുപ്പ് സമയത്ത് കഴിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നെയ്ക്കകത്ത് വറുത്ത് അങ്ങനെ നമ്മൾ ലഡുവിനകത്തൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നത്. ഇത് നമ്മളാണ് ഇതുപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്യണം. ഒരു 6 to 7 മണിക്കൂറത്തേക്ക് നമുക്ക് ഇതുപോലെ, ഞാൻ ഇച്ചിരി അധികം ക്വാണ്ടിറ്റി ഇട്ടേക്കാം കേട്ടോ, എത്ര ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സ്പൂൺ ഇട്ടാൽ മതി, നിങ്ങൾക്ക് ഈ ബൗൾ നിറച്ച് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്കത് കാണാം ഇതെങ്ങനെയാണ്. പിന്നെ ഒരു സൈഡിൽ ഞാൻ സബ്ജ സീഡ്സ് എടുക്കുന്നുണ്ട്. ഇതും ഒരു 3 ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതും വെള്ളം നിറച്ച് നമുക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ. ഇതൊരു അരമണിക്കൂർ സമയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നന്നായിട്ട് സോക്കായി നമുക്ക് കിട്ടും. ഇത് 2 സാധനവും നമുക്ക് ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ സാധനം. നമ്മുടെ ശരീരം നല്ല കൂളായിട്ട് തണുത്തിരിക്കാൻ വേണ്ടി നമുക്കിത് കഴിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ക്ഷീണമോ തളർച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഇച്ചിരി വെള്ളം എടുത്തിട്ട് വെറും നോർമൽ വാട്ടറിനകത്താണെങ്കിൽ ഇത് ഓരോ സ്പൂണും, ഒത്തിരി കഴിക്കല്ലേ കേട്ടോ, ഓരോ സ്പൂണും ഇതേ കഴിക്കാവുള്ളൂ. നല്ല നമുക്കാണ് ക്ഷീണം മാറിക്കിട്ടും, നമ്മുടെ ശരീരം നന്നായിട്ട് എനർജി ആയിട്ട് നമുക്കിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ട് തീർച്ചയായും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് അടുത്തൊന്നും കിട്ടുന്നില്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊന്നും കിട്ടുന്ന ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ഇത് നല്ല ഹെൽത്തി സാധനമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചൂട് സമയത്ത് മസ്റ്റായിട്ട് കഴിക്കണം. നമ്മുടെ ശരീരമൊക്കെ ചൂടെടുത്ത് നമുക്കിങ്ങനെ ആവി പുഴുക്കം പോലൊക്കെ തോന്നത്തില്ല, അപ്പോൾ അതൊന്നും തോന്നാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കുതിർത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് മിൻറ്റ് ലെമൺ സിറപ്പ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതുപോലെ 1 കപ്പ് ഞാനാണെങ്കിൽ പുതിനയില എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സി ജാറിൽ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് 2 ക്യൂബ്സ് ഐസ് നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഐസും ഇട്ട് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതൊരു കറുത്ത കളർ പോലെ ആയിപ്പോകും കേട്ടോ പുതിനയില അരിച്ച് വരുമ്പോഴത്തേക്ക്. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി, ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കണം. അരച്ചിട്ട് നമുക്ക് വേറൊരു ബൗളിലോട്ട് നമുക്കിത് മാറ്റി വെക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല സ്മൂത്ത് പ്യൂർ. 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൻ്റെ ആവശ്യം വന്നുള്ളൂ കേട്ടോ. അത്രയും ഒഴിക്കാൻ നമുക്ക് പറ്റാവുന്ന വെള്ളം ആവശ്യമില്ലെങ്കിൽ അതുപോലെ തന്നെ അരച്ചാൽ മതി കേട്ടോ. എനിക്കൊരു ടേബിൾ സ്പൂൺ വെള്ളത്തിൻ്റെ ആവശ്യം വന്നു. അപ്പോൾ ഇത് നമുക്കാണെങ്കിൽ പഞ്ചസാര എടുക്കുന്നില്ല കേട്ടോ. പഞ്ചസാരയെക്കാട്ടി ഏറ്റവും നല്ല ബെസ്റ്റ് പിന്നെ കൽക്കണ്ടമാണ് കേട്ടോ. കൽക്കണ്ടം നല്ല തണുപ്പാണ്, അത് ശരീരം തണുക്കാനായിട്ട് ഏറ്റവും നല്ല സാധനമാണ് കേട്ടോ. കൽക്കണ്ടം ഞാൻ 2 കപ്പ്, ഏത് കപ്പിനാണ് നമ്മൾ പുതിനയില എടുത്തേക്കുന്നത് ആ കപ്പിന് തന്നെ 2 കപ്പ് ഞാനാണെങ്കിൽ കൽക്കണ്ടം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കപ്പിന് തന്നെ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആണെങ്കിൽ ഇത് മീഡിയം ഫ്ലെയിമിൽ ആദ്യം ഒന്ന് വെച്ച് കൊടുക്കണം. നന്നായിട്ടൊരു തിള വന്നു കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. എന്നുവെച്ചാൽ പഞ്ചസാരയുടെ കൂട്ട് കൽക്കണ്ടം പെട്ടെന്ന് മെൽറ്റ് ആവത്തില്ല, കുറച്ച് സമയം എടുത്തേ മെൽറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ പതുക്കെ വേണം ചെയ്യാനായിട്ട്. നന്നായിട്ട് മെൽറ്റ് അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് വെള്ളമൊക്കെ അങ്ങ് വറ്റിപ്പോവും, അല്ലെങ്കിൽ പിന്നെ സൈഡിൽ നിന്നൊക്കെ ആണെങ്കിൽ ഭയങ്കര കാരമലൈസ് ആയി വരും. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ തിള വന്നു കഴിയുമ്പോൾ ഇത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. നിങ്ങൾ കയ്യിലൊന്ന് തൊട്ട് നോക്കണം. സിറപ്പൊന്ന് തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒട്ടുന്ന പാകമാവുന്ന, നൂൽപ്പാകമൊന്നും വേണ്ട, ഒട്ടുന്ന പാകം മാത്രം മതി. ആ സമയത്ത് നമുക്ക് ഈ പുതിന അരച്ച് വെച്ചിരിക്കുന്നില്ല നമ്മൾ, അത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മിൻറ്റ് ലീവ്സാണ് പുതിനയില എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അതിനകത്തോട്ട് അരച്ചത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ നമുക്ക് ഒരു നൂൽ പാകം ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാനാണെങ്കിൽ പെരിഞ്ജീരകം ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും തണുപ്പാകട്ടോ. എത്രയും നമുക്ക് തണുക്കാൻ ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അതെല്ലാം നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതും ഒരു 2 ടീസ്പൂൺ ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതേ കണ്ടോ, ഒരു നൂൽ പാകത്തിനായിട്ടുണ്ട്. ഇത് നമുക്കാണെങ്കിൽ തണുത്ത് കഴിയണം. അത് കഴിഞ്ഞിട്ട് വേണം ഇന്നത്തെ നാരങ്ങ നീര് ഒഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് തണുക്കാനായിട്ട് റൂം ടെമ്പറേച്ചറിൽ വരുന്നവരെ നമുക്കത് വെയിറ്റ് ചെയ്യാം. റൂം ടെമ്പറേച്ചർ വന്നു കഴിയുമ്പോൾ ഒരു 1/2 കപ്പ് നാരങ്ങ നീര്, 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 7 നാരങ്ങയുണ്ട് കേട്ടോ. 7 നാരങ്ങയുടെ നീരാണ് ഞാൻ പിഴിഞ്ഞെടുത്തേക്കുന്നത്. അത് മുഴുവനായിട്ട് നമുക്ക് അതിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കാണെങ്കിൽ 1 ടീസ്പൂണിനകത്ത് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കണേ. ഇതുപോലെ ഒന്ന് കണ്ടില്ലേ ക്രിസ്റ്റലൈസ് ആയിരിക്കുന്നത്, അതുപോലെ ഒന്ന് ആവാതിരിക്കാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇത് പിന്നെ നമുക്കാണെങ്കിൽ ഒരു 5-6 മാസം വരെയാണ് കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒന്നും വരാതെ അത്രയും വരെ നടക്കത്തില്ല, ഇത് പെട്ടെന്ന് തീരും കേട്ടോ. ഞങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു 3/4 ഭാഗത്തോളം കഴിഞ്ഞിട്ടുണ്ട്, കുറച്ചേ ഉള്ളൂ ഇനി ബാക്കിയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡബിൾ ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം. ഒരു കേടുകൂടാതെ നമുക്ക് 6-7 മാസം വരെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ ഞാൻ അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ വിനാഗിരിയും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം. വിനാഗിരി ഒഴിക്കുന്നതുകൊണ്ട് നാരങ്ങ നീരൊക്കെ ഒഴിക്കുന്നതുകൊണ്ടാണ് പറഞ്ഞത്, ഒട്ടും കേട് വരുത്തില്ല. പുറത്ത് വയ്ക്കല്ലേ, ഫ്രിഡ്ജിൽ വെക്കാം.
ഒരു 6-7 മാസം സൂക്ഷിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. അല്ലാതെ നമുക്ക് ഇപ്പോൾ തന്നെ തീർക്കാനുള്ളതാണെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ പുറത്ത് തന്നെ വെച്ചേക്കുന്നത്, ഒരു കുഴപ്പവും വന്നിട്ടില്ല. പിന്നെ ഇതുപോലെ ഒരു ചില്ലിൻ്റെ കുപ്പിയിൽ വേണം ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട്. പ്ലാസ്റ്റിക് കുപ്പിക്കകത്തൊന്നും വെക്കല്. പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് വരുമ്പോൾ അത് ചൂടിൻ്റെ ഇത് വരുമ്പം പെട്ടെന്ന് തന്നെ കേട് വരാൻ ചാൻസ് കൂടുതലാണ്, പൂപ്പൽ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോഴത്തേക്കും കണ്ടില്ല നമ്മുടെ ഗോന്ദ് കത്തീര ഇതേ നന്നായിട്ട് പൊങ്ങി, ഇതുപോലെ കണ്ടോ മഞ്ഞ് പോലെ ഇങ്ങനെ ഐസ് പോലെ പൊങ്ങി ഇരിക്കുന്നുണ്ട്, അതുപോലെ ആയി വരും. അപ്പോൾ ഏത് സെർവിങ് ഗ്ലാസ്സിൽ നമുക്ക് 1 ടീസ്പൂൺ ഗോന്ദ് കത്തീര ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ സബ്ജ സീഡ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ക്യൂബ്സ് ആണെങ്കിൽ നമുക്ക് ഐസിങ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ആണെങ്കിൽ പുതിന ഇല 2-3 ഇല അതിനകത്ത് മിൻറ്റ് ലീവ്സ് അതും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സിറപ്പ് റെഡിയാക്കി വെച്ചേക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ നമുക്കകത്ത് ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് വേണേ ഒഴിച്ച് കൊടുക്കാനായിട്ട്. അതിന് നമുക്കാണെങ്കിൽ അതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് നിങ്ങൾക്കാണെങ്കിൽ സോഡയോ വെള്ളമോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒഴിച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്നെ തീർച്ചയായിട്ടും അറിയിക്കുക ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ മിൻറ്റ് ലെമനേഡ് സിറപ്പ് നമുക്ക് റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.